നമസ്കാരം. ഇറാനുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ താൻ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ പോവുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നതിനായി താനിപ്പോൾ സിറ്റുവേഷൻ റൂമിൽ യോഗം ചേരുകയാണെന്ന് ഒരു ദീർഘമായ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് സമ്മതിക്കണമെന്നും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പാതകൾ തുറന്നു നൽകണമെന്നും ട്രംപ് ഈ പോസ്റ്റിൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹോർമുസിൽ ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. ഹോർമുസ് കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ ഇറാൻ ഉടനടി നീക്കം ചെയ്യുമെന്നും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം ഇനി നീക്കം ചെയ്യുമെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു. ഇതിലൂടെ എണ്ണക്കപ്പലുകൾക്കും മറ്റ് ചരക്ക് കപ്പലുകൾക്കും വീണ്ടും സർവീസ് ആരംഭിക്കാൻ സാധിക്കും. എന്നാൽ ഈ നിബന്ധനകളോട് ഇറാൻ പൂർണ്ണമായി യോജിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലോ ട്രംപിന്റെ അന്തിമ തീരുമാനത്തിന് മുന്നോടിയായി US ഉപരോധം യഥാർത്ഥത്തിൽ പിൻവലിച്ചിട്ടുണ്ടോ എന്നതിലോ നിലവിൽ പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. ഇറാനിൽ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അമേരിക്ക പുറത്തെടുത്ത് പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്നിവയുമായി അടുത്ത ഏകോപനത്തിലും സഹകരണത്തിലും മാത്രമായിരിക്കും ഈ നടപടിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാൻ സാമ്പത്തിക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായും ഇതിന് പകരമായി വൈറ്റ് ഹൗസ് ചില നിക്ഷേപങ്ങൾ നടത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെ ഇരു രാജ്യങ്ങളും തമ്മിൽ യാതൊരുവിധ പണമിടപാടുകളും നടത്തുകയില്ലെന്ന് ട്രംപ് അറുത്തു പറഞ്ഞു. വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഇരുപക്ഷവും തമ്മിൽ ധാരണയായിട്ടുള്ളതെന്നും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ട്രംപ് ഇറാനുമായിട്ടുള്ള പുതിയ സമാധാന കരാറിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളെ പൂർണ്ണമായി തള്ളിയാണ് ഇറാന്റെ സൈനിക അനുകൂല മാധ്യമങ്ങൾ രംഗത്ത് വന്നത്. ട്രംപിന്റെ വിവരണം സത്യവും അസത്യവും കലർന്നതാണെന്നും ടെഹ്റാന്റെ പരിഗണനയിലുള്ള യഥാർത്ഥ വ്യവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നതല്ലെന്നും അവർ വ്യക്തമാക്കി. ട്രംപിന്റെ പരാമർശങ്ങൾ അമേരിക്കയുടെ ഒരു വ്യാജ വിജയം ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ശ്രമം മാത്രമാണെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. യാതൊരുവിധ ഫീസോ നിബന്ധനകളോ ഇല്ലാതെ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാൻ ഇറാൻ ബാധ്യസ്ഥരാണെന്ന ട്രംപിന്റെ വാദം ടെഹ്റാൻ പൂർണ്ണമായും നിഷേധിച്ചു. ചർച്ച ചെയ്യുന്ന കരട് രേഖയിൽ അത്തരം ഒരു വ്യവസ്ഥയുമില്ലെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പൂർണ്ണമായി പിൻവലിച്ചതിനു ശേഷം മാത്രമേ കടലിടുക്ക് തുറക്കൂ എന്നും അവർ വ്യക്തമാക്കി. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ പരിശോധന, നിരീക്ഷണം, സുരക്ഷാ നടപടികൾ എന്നിവയെല്ലാം ഇറാന്റെ സ്വന്തം ക്രമീകരണങ്ങൾക്ക് വിധേയമായി മാത്രമായിരിക്കും നടക്കുക. ഇറാൻ തങ്ങളുടെ ആണവ സാമഗ്രികൾ പൊളിച്ചു മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്യുമെന്ന ട്രംപിന്റെ അവകാശവാദവും തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്ന ധാരണാപത്രത്തിൽ ഇത്തരമൊരു വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടില്ല. ചർച്ചകൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇറാൻ പ്രധാനമായും രണ്ട് കടുത്ത ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന $12 ബില്യൺ ഇറാനിയൻ ആസ്തികൾ ഉടനടി വിട്ടുകിട്ടണമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഫണ്ട് പൂർണ്ണമായി ലഭിക്കാതെ അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് കടക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ നിലപാടിനനുസൃതമായി ലബനനിൽ പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പിലാക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രധാന ആവശ്യം. ഉത്തരവാദിത്തത്തിന് പകരം ഉത്തരവാദിത്തം എന്ന രീതിയിലുള്ള ഈ നിർദ്ദിഷ്ട കരാർ നിലവിൽ ഇറാന്റെ പരിഗണനയുടെ അവസാന ഘട്ടത്തിലാണ്. എന്നിരുന്നാലും അമേരിക്കയോടുള്ള പൂർണ്ണമായ അവിശ്വാസവും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാര അതിർവരമ്പുകളും മുൻനിർത്തി മാത്രമേ ഇറാൻ ഏതൊരു അന്തിമ കരാറിലും ഒപ്പുവെക്കുകയുള്ളൂ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.